നാമത്തിൽ കർത്താവേ മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വിഷ്ണുപ്രിയയുടെ അമ്മ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വിഷ്ണുപ്രിയയ്ക്ക് സ്കോളർഷിപ്പിന്റെ എക്സാം ആണ്. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കോളർഷിപ്പ് എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവിക പരിജ്ഞാനവും വിവേകവും കൊടുത്ത് അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റവും നല്ല സ്കോറോടെ അവർ പാസ്സാകുവാനിടയാകട്ടെ. ദൈവമഹത്വം വെളിപ്പെടുത്താനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മിനി ഹരിപ്പാട് വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരിക്ക് ന്യൂറോ സംബന്ധമായ പ്രശ്നം കാരണം സംസാരശക്തി നഷ്ടപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവേ രോഗസൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഈ മകന്റെ മേല കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, ആ സംസാരശേഷി മടക്കി കിട്ടുവാൻ യേശുവിന്റെ നാമത്തിനിടയാകട്ടെ. എന്റെ കർത്താവിനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. prayingkerala.com എന്ന വിലാസത്തിൽ താങ്കൾക്ക് ഈ ശുശ്രൂഷ എപ്പോൾ വേണമെങ്കിലും ലഭിക്കും. harvesttv.in എന്ന വിലാസത്തിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ടെലിവിഷനിൽ നേരിട്ട് ലഭിക്കാത്തവർക്ക് ഇൻ്റർനെറ്റിലൂടെ ലഭിക്കും. harvesttv.in and prayingkerala.com, prayingkerala.tv, prayingindia.com, prayingindia.tv 4-5 അഡ്രസ്സുകൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ ശുശ്രൂഷയിൽ താങ്കൾക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. 100 കണക്കിന് ആളുകൾ യൂട്യൂബിൽ ഉള്ള ഇറ്റ്സ് അവർ ടൈം TV സ്ക്രീനിൽ അതിപ്പോൾ തന്നെ വരുന്നുണ്ട്. അതിലൂടെ വിവിധ ശുശ്രൂഷകൾ പ്രേയിങ് കേരളയുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ളത് താങ്കൾക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകൾ പ്രേയിങ് കേരളയുടെ ആരംഭകാലം മുതൽ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറീസ് അവർ ഇവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പറയുന്ന ആ വർഷം മുഴുവൻ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ പരിപാലനവും കൃപയും തുറന്ന സ്വർഗത്തിന് കീഴിലായിരിക്കുന്ന ഒരു അനുഭവം അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നു മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് എന്ന് ധാരാളം ടെസ്റ്റിമണീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ശനിയാഴ്ച ദിവസം ബർത്ത്ഡേസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രമോദേ, പാസ്റ്ററെ, കല്ലാറിൽ നിന്ന് സാറ ആ മോളുടെ 11ാമത്തെ ബർത്ത്ഡേ ആണ്. 11th birthday. അടുക്കൽ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. നമ്മുടെ ആന്റണി എറണാകുളത്തുള്ള കല്ലാറിൽ നിന്ന് ഇത് വന്നിരിക്കുന്ന ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഹാർവസ്റ്റ് ടെലിവിഷൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ലഭ്യമാണ് എന്ന് ഹാർവസ്റ്റ് ടെലിവിഷൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണം, ഈ ചാനൽ ട്യൂൺ ചെയ്തെടുക്കണം. കേബിൾ ഓപ്പറേറ്റേഴ്സിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ ചാനൽ ട്യൂൺ ചെയ്തിരുന്നതിൽ വളരെ സന്തോഷമേ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പച്ചാളം, അദ്ദേഹം ഭാര്യ മേഴ്സിയുടെ 56ാമത്തെ ബർത്ത്ഡേ ആണ്. ബ്രദർ ആന്റണിയുടെ ജയശ്രീ വിളിച്ചു പറഞ്ഞു. ജോയൽ 5 വയസ്സ്, മോന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ ഭർത്താവ് ശോഭ മാങ്ങാനം, ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മുടെ ശോഭ ആന്റി, നമ്മുടെ വർഷിപ്പ് ടീമിലുള്ള മിസ്സസ് ശോഭയുടെ ഹസ്ബൻഡ് തോമസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പകല്. അതുപോലെ വെഡിങ് ആനിവേഴ്സറി പാസ്റ്റർ, നമ്മുടെ പാസ്റ്റർ രാജൻ, ഊട്ടിയിലുള്ള പാസ്റ്റർ രാജന്റെ വൈഫിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അദ്ദേഹവും ഭാര്യയും ഇവിടെ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നു സംവത്സരങ്ങളെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കുമെന്ന്. അതുകൊണ്ട് ഒരുവന്റെ ബർത്ത്ഡേ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ അത് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ബൈബിൾ സേസ് the Lord crowns our years with his goodness. ദൈവം തന്റെ നന്മ കൊണ്ട്, തന്റെ മഹത്വം കൊണ്ട് നമ്മുടെ സംവത്സരങ്ങളെ നിറയ്ക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ശാപമായി പോകട്ടെ, പുതിയ ഒരു നന്മ, പുതിയൊരു നിറവ് നൽകുവാൻ യേശു നമ്മോടൊപ്പമുണ്ട്. ഈ ബർത്ത്ഡേസ് ഉള്ളവർക്ക് വേണ്ടി ഇവിടെ മാത്രമല്ല, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ള പാസ്റ്റർ രാജനും കുടുംബത്തെയും ഞങ്ങൾ പ്രത്യേകം വന്ദനം അറിയിക്കുന്ന ഹാപ്പി വെഡിങ് anniversaries, hallelujah, and happy birthdays to each of you. ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ട സംവത്സരങ്ങൾ, വർഷങ്ങൾ കർത്താവ് നൽകട്ടെ. പാസ്റ്റർ രാജന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനുണ്ട്. പ്ലീസ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പാസ്റ്റർ, yes, 24 years കഴിഞ്ഞു, 25th പോകുന്നേ. 24 years വിവാഹ ജീവിതം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ വർഷം പാസ്റ്റർ ഇതേ സെയിം
ദൈവം എനിക്കൊരു ആത്മ പിതാവ് ദൈവം തന്നു. അത് സാംപാസ്. കഴിഞ്ഞ വർഷം ഇതേ സമയം രാവിലത്ത് ആദ്യമായിട്ട് സാംപാസിനും ടിനുവും ഞാൻ കോയമ്പത്തൂർ വെച്ച്, സാംപാസിനെ അതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അന്ന് ആദ്യമായിട്ട് കാണുന്ന ഡോർ തട്ടി സാംപാസിന്റെ അടുത്ത് വന്ന് ഞാൻ ഈ വെഡിങ് ഡേ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് പാസ്റ്ററിനോട് കൂടി ചേർന്ന് ചില തൂത് വന്നത്. ഈ വർഷം എനിക്ക് അങ്ങനത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. അതുമാത്രല്ല പാസ്റ്റർ പറഞ്ഞു എന്നോട് കൂടെ ഒരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. ഞാൻ മീറ്റിംഗ് പോയപ്പോ അവിടെ പാസ്റ്റർ പ്രസംഗിച്ച ഓരോരോ വാർത്തയും അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേക്കാൻ വെച്ചു. നമ്മൾ ആ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോ അവരുടെ എത്ര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന് കോയമ്പത്തൂരിൽ ആ സ്ഥലത്തിന്റെ പേരെന്താ, ഭവാനി എന്ന് പറയുന്നത്. വെളുപ്പിനെയും വണ്ടി ഓടിച്ച് ചെന്ന് വെളുപ്പിനെ അല്പസമയം കിടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാ പാസ്റ്റർ വന്ന് ഡോറിൽ മുട്ടിയത്. ഈ മനുഷ്യൻ ആ റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴഞ്ഞായിരിക്കുന്നത് എങ്കിലും ഭയങ്കര ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഈ മനുഷ്യൻ്റെ ഈ ദൈവദാസനിൽ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ആ കോൺഫറൻസിന് പോകാം. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പാസ്റ്റ് അവിടെ എന്നെ വിളിച്ചിട്ട് എന്നെ ആരാധിക്കാൻ പറഞ്ഞു. പിന്നെ പാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാസ്റ്റ് എൻ്റെ തോൽമേൽ പിടിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാ പാസ്റ്റർമാരിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തീ പോൽ അണൽ പോൽ അങ്ങനെ വാർത്ത അങ്ങനെ അവർക്ക് ദീർഘദർശനമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് പാസ്റ്റ് അങ്ങനെ പിന്നെ എന്നെ പിടിച്ച് ദൈവം ഈ വർഷം ഇതുവരെ ഇല്ലാത്ത നിന്നെ വലിയ കാര്യങ്ങൾ ദൈവം നടത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ്, നീ പോകാതെ ഇടത്തിലെല്ലാം ദൈവം എന്നെ കൊണ്ടുപോയി ഉപയോഗിക്കും, നീ വിചാരിക്കാതെ കാര്യമൊക്കെ ദൈവം നിനക്ക് ചെയ്യും പറഞ്ഞ് അന്ന് ആ തൂത് പാസ്റ്റർ ദൈവം എന്നെ അനുകരിച്ച് ഈ വർഷം മുഴുവതും ഇതുവരെ ഞാൻ പോകാതെ സ്ഥലം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം കൃപ തന്നു പാസ്റ്റർ. ദൈവം പറഞ്ഞ അന്ന് തൂത് ആത്മാവ് പാസ്റ്ററോട് കൂടെ പറഞ്ഞ തൂത് 100% എന്റെ ജീവിതത്തിൽ ഈ വർഷം ഒരു അനുകരിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. അന്നുണ്ടായിരുന്ന പാസ്റ്റർ മൈക്കിള് ഒറീസയില് തിരുപ്പൂരുകാരന്. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം വിളിച്ചിട്ടില്ല. ഇന്നലെ വരെ വിളിച്ചിട്ടില്ല. ഇന്നലെ രാത്രി അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, അന്ന് ആ ഭവാനി നഗറിൽ നടന്ന ആ പാസ്റ്റേഴ്സ് ലീഡേഴ്സ് കോൺഫറൻസിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തേജസ് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി. അദ്ദേഹം പറയുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ വികസിപ്പിച്ചു. തൻ്റെ ഇന്നലെ കുറേ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം ടെലഫോണിൽ എന്നോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തിട്ട് സഹോദരങ്ങളെ, ദീസ് ആർ ദ days of God's glory over your life, over my life and over the body of Christ all across the globe. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പാർക്കുന്ന ജീവിതമാണെങ്കിലും താങ്കളുടെ മേൽ, എൻ്റെ മേൽ, ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ നാളുകളായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് സേയിങ് ഇറ്റ്. ബൈബിൾ അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ എനിക്കും നിനക്ക് മനസ്സിലാക്കാൻ ഒരു ശേഷിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കർത്താവിൻ്റെ ആത്മാവ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ മഹത്വം കൊണ്ട് ഭൂമിയെ നിറയ്ക്കും. 2 കരങ്ങളും ഉയർത്തി ഈ കുടുംബത്തിൻ്റെ മേൽ ദൈവം തൻ്റെ മഹത്വം പകർന്നെങ്കിൽ, ആ പ്രിയപ്പെട്ട ദൈവദാസന്റെ മേൽ കർത്താവിൻ്റെ മഹത്വം പകർന്നെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് ഇവരുടെ ഈ വെഡിങ് ആനിവേഴ്സറി ഡേയിൽ ഈ നവംബർ 30 നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ താങ്കളുടെ മീതെ കർത്താവിന് പകർന്നു തരുവാൻ വലിയ അളവിൽ a greater measure of God's glory is waiting for you. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ഒരളവ് തൻ്റെ മഹത്വം താങ്കളുടെ മേൽ പകരുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 10 മുതൽ 12 വരെയുള്ള ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേക ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ പാസ്റ്റർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. വെഡിങ് ആനിവേഴ്സറീസ് ആൻഡ് ബർത്ത്ഡേസ് ഉള്ള എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രിയ കർത്തൃദാസനെ കുടുംബത്തെയും
ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ പ്രാർത്ഥന, കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്ന 10,000-കണക്കിന് ജീവിതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രൈയിങ് കേരള ഹാർവസ്റ്റ് TV കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മീതെ സ്വർഗം തുറക്കപ്പെടട്ടെ. Hallelujah. May the heaven above their heads be opened in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. That they will walk in victory, that they will go from glory to glory. അവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അവർ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് യേശുവിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. വീരന്റെ ആത്മാവിനാൽ, വീരന്റെ ആത്മാവിനാൽ, വീരന്റെ ആത്മാവിനാൽ ഈ പകൽ കർത്താവേ അവിടുന്ന് നിറച്ചയക്കും. നന്ദി കർത്താവേ. ഇന്ന് വെഡിങ് ആനിവേഴ്സറീസ് ഉള്ള ഓരോരുത്തരെയും നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ബർത്ത്ഡേസ് ഉള്ള ഓരോരുത്തരെയും നിന്റെ കരങ്ങൾ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ എല്ലാവരെയും പ്രതിനിധീകരിച്ച് എല്ലാവർക്കും വേണ്ടി പാസ്റ്റർ രാജൻ and his wife is going to cut the cake, wedding anniversary cake. Oh yes. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും ഹല്ലേലൂയ. നൂറുകണക്കിന് കുടുംബങ്ങൾ ഓരോ മിനിറ്റിലും ലോകത്തിൽ തകരുമ്പോൾ പിശാചിന്റെ ആലോചനകളെ മറിച്ചിട്ട് പ്രൈയിങ് കേരളയിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒന്നിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിന്റെ ദയയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ സ്നേഹത്താൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല. എത്രയോ പേര് പ്രൈയിങ് കേരള തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് അവരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കാൻ പറ്റുകയില്ല. പക്ഷേ ആ വിവരങ്ങൾ ഇവിടെ ഉണ്ട്, ഈ ഓൾട്ടറിൽ തന്നെ ഉണ്ട്. സഹോദരങ്ങളെ, 14 വർഷം പിരിഞ്ഞിരുന്ന ജീവിതങ്ങൾ, കോടതിയിൽ കേസ് കിട്ടിയിരുന്ന വ്യക്തികൾ, ആ കേസുകൾ അവർ പോയി പിൻവലിച്ച് ഇന്ന് സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത് ഞങ്ങൾക്ക് പ്രൈയിങ് കേരളയുടെ അനുഭവമാണ്. യേശുവിന്റെ സ്നേഹം. 2 കരങ്ങളും ഉയർത്തി നമുക്ക് കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പോകുക. അബ്രഹാമിനെയും സാറയും അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെയും റെബേക്കയും അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവം, അവരുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ നന്മ നൽകി അനുഗ്രഹിച്ച കർത്താവ്, ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ കൂടെ ഇറങ്ങി നിന്ന് അനുഗ്രഹിച്ച കർത്താവ് നമ്മളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കുടുംബങ്ങൾ ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയില്, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് താങ്കളെങ്കിലും കുടുംബം ദൈവത്തിന്റെ സ്വത്താണ്. നമുക്ക് ദൈവദാനമായി അത് അനുഭവിക്കുവാനാണ് തന്നിരിക്കുന്നത്. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ രാജൻ. பரிசுத்தமுள்ள பரலோக பிதாவே, ஆசீர்வதிக்கப்பட்ட இந்த நல்ல நாளுக்காய் நாங்கள் உமக்கு நன்றி செலுத்துகிறோம் ஐயா. இந்த நாளில் தேவன் கிருபையாய் தந்து ஆண்டவரே இந்த நாளுக்காய் நன்றி செலுத்தி ஜெபிக்கிறோம். இந்த நாட்களில் ஆண்டவரே ஒவ்வொரு குடும்பங்களுக்காக நாங்கள் அவளை ஆசீர்வதித்து ஜெபிக்கிறோம். ஆண்டவரே இந்த நாட்களிலே இந்த டிவி பார்த்து கொண்டு ஏது இடங்களிலே ஆண்டவரே அமர்ந்திருக்கிறார்களோ அவர்களை நாங்கள் ஆசீர்வதித்து அனுப்புகிறோம். ஆண்டவரே ஒரு ஆசீர்வாதம் அவருடைய குடும்பங்களில் இறங்குவதாக, அவருடைய ஜீவிதங்களில் இறங்குவதாக. இயேசுவின் நாமத்தில் அவருடைய குடும்பங்கள் ஆண்டவரே ஆசீர்வதிக்கப்படுவதாக, அவருடைய தேவைகள் சந்திக்கப்படுவதாக, கர்த்தருடைய நாமம் அந்த குடும்பத்தில் மகிமைப்படுவதாக. ஆண்டவரே எங்களை ஆசீர்வதித்து தேவன் இந்த நாட்களில் பிறந்த நாளை பார்க்கிறவர்கள், ஆண்டவரே திருமண நாளை பார்க்கிறவர்களை என் தேவன் அபரிவிதமாய் ஆசீர்வதிப்பீராக. இந்த பிரைன் கேரளா குடும்பத்தை நாங்கள் ஆசீர்வதித்து ஜெபிக்கிறோம். அருமையான தேவதாசனை நாங்கள் ஆசீர்வதித்து ஜெபிக்கிறோம். ஆண்டவரே
യേശുവിൻ മൂലം പിതാവേ, ആമേൻ. നട്ടെല്ലിന്റെ കംപ്ലൈന്റ്, മകൻ മദ്യപാനി, കുടുംബത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. തിരുവല്ലയിൽ നിന്ന് മമ്മിണി എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിന്റെ വേദന മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. മകന്റെ മദ്യപാനം മാറട്ടെ, കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഗൗരിയമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് ജോലി വേണം. മകന് ശ്വാസം മുട്ടൽ, സംസാരം താമസിച്ചാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ആ മോന് വേണ്ടി ജോലിയുടെ ഒരു പുതുവാതികൾ തുറക്കട്ടെ. മോന്റെ ശ്വാസം മുട്ടലുകൾ മാറട്ടെ. കർത്താവേ, ഒരു പൂർണ്ണ സംസാര ശേഷി തിരിച്ചു കിട്ടട്ടെ. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഞ്ഞിക്കുഴിയിൽ നിന്ന് പൊന്നമ്മ വിളിച്ചിരിക്കുന്നത്. മകൾ 8 വർഷമായി USA തിരികെ വരുവാനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ച്, ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് സഹായിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. മറിയാമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കടഭാരമുണ്ട്, മകന്റെ വിവാഹം നടക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കടഭാരങ്ങൾ പൂർണ്ണമായിട്ട് മാറട്ടെ. മകന് വേണ്ടി കർത്താവ് ഒരു തക്കതായ തുണയെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എറണാകുളത്ത് നിന്ന് ശില്പ വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മസ്കറ്റിൽ പുതിയ ജോലി ലഭിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി അവന് ലഭിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. രാജു എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. സ്ഥലം വിൽക്കണം, വീട് പണിയണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മകന്റെ ആഗ്രഹപ്രകാരം ആ സകലത്തിന്റെ കച്ചവടം നടക്കട്ടെ. കർത്താവേ, ആഗ്രഹപ്രകാരം നല്ലൊരു ഭവനം പണിയുവാൻ കർത്താവ് വഴിയൊരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ പ്രേയിങ് കേരളയിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ നമ്മൾ ചെയ്യാറുള്ളൊരു ശുശ്രൂഷയാണ്. നമ്മൾ വെള്ളം എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, ഇതിനോടകം അനേകർ പ്രാർത്ഥിച്ച വെള്ളം കുടിച്ച് അവർ പലവിധമായ രോഗത്തിൽ നിന്നും യേശു അവരെ സൗഖ്യമാക്കിയ സാക്ഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇന്ന് പകലും നമ്മൾ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ വെള്ളം എടുത്തു വെച്ചില്ല എങ്കിൽ വേഗം നിങ്ങൾക്ക് അത് എടുക്കുവാനുള്ള സമയമുണ്ട്. വേഗം ഓടിപ്പോയി ഉള്ളാസന അല്പം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരല്പസമയത്തിനുള്ളിൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഖത്തറിൽ നിന്ന് സൗമ്യ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് ശ്വാസം മുട്ടലാണ്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഷാർജയിൽ നിന്ന് എബ്രഹാം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ജോലിയിൽ ശമ്പളക്കുറവ്, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സൗദിയിൽ നിന്ന് രാജു വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, വിഷയങ്ങൾ വളരെ പ്രയാസമുള്ളതാണ്, മകൾ ബിടെക്കിന് പഠിക്കുന്നു, പഠനത്തിൽ ഉയർച്ച ഉണ്ടാകേണ്ടതിന് നമുക്ക് ഒന്നിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഈ വിഷയത്തിന് മേൽ ഇറങ്ങി വന്ന് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കൂടിയിരുന്നാട്ടെ. ആ ജോലിയിൽ ശമ്പള വർധനവ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ശ്വാസം മുട്ടലിനാൽ നേരിടുന്ന ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കോമളം കോഴിക്കോട് നിന്ന് വിളിച്ചിരിക്കുന്നു. സജീന്ദ്രന് നല്ല ജോലി ലഭിക്കണം. പരിശുദ്ധ കർത്താവേ, നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകാരൻ തന്റെ മകന് വേണ്ടി വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയിൽ പ്രവേശിപ്പാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ത്രേസ്യാമ്മ ആറന്മുളയിൽ വിളിച്ചിരിക്കുന്നു. മകൾക്ക് ഭവനം വേണം, ജീവിതമാർഗമില്ല, മക്കൾ നല്ലതുപോലെ പഠിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ മകൾക്കൊരു ഭവനം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവിതമാർഗം നീ കൊടുക്കണമേ, പുതിയ നന്മ നീ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ നന്നായി പഠിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. ദൈവിക ജ്ഞാനം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ബിബിൻ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നല്ല ജോലി ലഭിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവ് ഒരുക്കുന്ന നല്ല ഭാവിക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഷൈനി തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ഫിസിയോതെറപ്പി പഠിച്ച് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു. നല്ല മാർക്ക് ലഭിക്കണം. സഹോദരന് സൗദിയിൽ ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ മകൾക്ക് ഉന്നത വിജയം നീ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗദിയിലായിരിക്കുന്ന മകന് നല്ല അനുഗ്രഹിക്കപ്പെട്ട ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. ആലീസ് കാലടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ആമവാദം. കർത്താവേ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അസ്വസ്ഥതകളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ലിൻസി കുന്നംകുളം എന്ന് വിളിച്ചിരിക്കുന്നു. സംഗീത വിവാഹം നടക്കണം. കസിന്റെ മകൻ ആദ്യ ഭാര്യ മരിച്ചു, മറ്റൊരു വിവാഹം ആഗ്രഹിക്കുന്നു. ലിൻസിയുടെ ഭർത്താവിന് ഷുഗർ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സംഗീതയുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കസിന്റെ മകന് കർത്താവേ, രണ്ടാമതൊരു വിവാഹം ആഗ്രഹിക്കുന്നുവല്ലോ, നല്ലൊരു മകളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലിൻസിയുടെ ഹസ്ബൻഡിന്റെ കർത്താവേ,
ഷുഗർ പൂർണ്ണമായി വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പത്രത്തിൽ ധാരാളം വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഒരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ, വേഗം പറഞ്ഞാട്ട് സമയം പോകുന്നു. യാ, ഹലോ പറഞ്ഞാട്ട്. ചൊവ്വ ദൗത്യം നിർണായക ഘട്ടത്തിൽ നാളെ മുതൽ ആ ടെലഫോൺ തിരികെ വന്നുകൊള്ളും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ VSSC ഇന്ത്യയുടെ ശാസ്ത്രമേഖല വികസിക്കുന്നതിൽ പ്രാർത്ഥന കേരളത്തിന് തികച്ചും അഭിമാനമുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ഇന്ത്യ വികസിച്ച് ഉയർന്നു വരേണ്ടതിന്, പ്രത്യേകിച്ച് കേരളം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ലോക മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം വരണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഹലോ ഹലോ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ RCCയിലെ കുഞ്ഞിനെ കൊണ്ട് ചികിത്സയിലാണ് ഇപ്പൊ. കുഞ്ഞിന് 3 വയസ്സായി. പിന്നെ അവക്ക് നെഞ്ചിനുള്ളില് മുഴയായിരുന്നു. ഓക്കേ, കുഞ്ഞിന് നെഞ്ചിനുള്ളില് മുഴയായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ഇപ്പം കീമോതെറാപ്പി ചെയ്തോണ്ടിരിക്കുക. ഓക്കേ, ഇപ്പൊ കീമോതെറാപ്പി ചെയ്തോണ്ടിരിക്കുക. കുഞ്ഞിന്റെ പേരും അമ്മയുടെ പേരും കൂടെ പറഞ്ഞാട്ട്. വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. കുഞ്ഞിന്റെ അമ്മയുടെയും പേര് പറഞ്ഞാട്ട്. കുഞ്ഞിന്റെ പേര് സ്റ്റെഫി ജേക്കബ്. സ്റ്റെഫി ജേക്കബ് പറഞ്ഞോളൂ. പുളിമോട്ടിൽ. ഓക്കെ, സ്റ്റെഫി ജേക്കബ് എന്ന കുഞ്ഞിൻ്റെ അമ്മയാണ് ഇപ്പോൾ ടെലഫോണിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം അമ്മയുടെ അസ്ഥിതി ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ സുമേഷ്, അദ്ദേഹത്തിൻ്റെ വിവരം ശരിക്കും ഹൃദയം മുറിയുന്നൊരു വിഷയം. 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വയറിൽ ഒരു മുഴ, അത് ക്യാൻസറസ് ആണ് എന്ന് ഇന്നലെ എറണാകുളത്തു നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ കുടുംബം വളരെയധികമായി വിഷമത്തിലൂടെ പോകുന്നു. ഇതുപോലെ 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ വിഷമിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഇന്ത്യയെ അനുഗ്രഹിച്ച് ഈ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഇന്ത്യ എന്ന ഞങ്ങളുടെ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവിക സംരക്ഷണവും വികസനവും യേശുവിൻ നാമത്തിൽ ഈ രാജ്യത്തുണ്ടാകട്ടെ. കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ. കേരളത്തിലെ ജനത എവിടെ അവർ പാർക്കുന്നെങ്കിലും അവർ അനുഗ്രഹീതരാകട്ടെ, ദൈവിക സംരക്ഷണത്തിലാകട്ടെ. കർത്താവേ, ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്യാൻസർ ഇങ്ങനെ വളരെയധികമായി പടർന്ന് പന്തലിക്കുമ്പോൾ നിന്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീട്ടണമേ. യേശുവിന്റെ സൗഖ്യം വ്യക്തമായി ഈ ജീവിതങ്ങൾ അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സ്റ്റെഫി എന്ന കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മറ്റ് പല ക്യാൻസർ രോഗികളുടെ വിവരങ്ങൾ ഇവിടെയുണ്ട്. അവരെ ഓരോരുത്തരെയും വിളിച്ചു പറയാത്തവരുണ്ട്. അവിടുത്തെ കരം അവരുടെ മേൽ വയ്ക്കണമേ. കർത്താവേ, മിസ്റ്റർ സുമേഷിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വെള്ളം കരങ്ങളിൽ എടുത്താട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിന്റെ കെടുതിയിലൂടെ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേരളത്തില് താങ്കൾ യേശുവിൽ വിശ്വസിച്ച് താങ്കളുടെ കരത്തിൽ എടുത്തു വെച്ച് ആ വെള്ളം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് അതവർ അറിയാതെ കൊടുത്തു കഴിയുമ്പോൾ കൂടോത്രങ്ങൾ പുറത്തു പോകുന്നത്, അന്ധകാര ശക്തികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ഒക്കെ ഞങ്ങൾക്ക് നല്ല ടെസ്റ്റിമണീസ് ലഭിക്കുന്നുണ്ട്. 2 കരങ്ങളിലേക്ക് അത് എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പറഞ്ഞ വചനപ്രകാരം നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന വചനപ്രകാരം കർത്താവേ, ഈ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ യേശുവിലുള്ള
വിശ്വാസ നിമിത്തം എടുത്തു വച്ചിരിക്കുന്ന വെള്ളം യേശുവിന്റെ നാമത്തിൽ അത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ. അത് ആ രോഗികളുടെ ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പൈശാചിക ശക്തികൾ അവിടെ നിന്ന് ഓടി മറയുവാൻ അത് കാരണമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. പിതാവ്, യേശു നമുക്ക് വേണ്ടി കരുതിയത് തികഞ്ഞ സ്വാതന്ത്ര്യമായതുകൊണ്ട് ഒരു വിഷയത്തിലും അടിമയായിട്ട് ആരും ഇരിക്കേണ്ട. prayingkerala.com താങ്കൾക്ക് ലഭ്യമാണ്. ഇന്റർനെറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളെ ലോക രാജ്യങ്ങളെ അറിയിക്കണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഒന്നിച്ച് കാണുമ്പോൾ വീണ്ടും വലിയ വിടുതലോടെ കാണുവാൻ, കർത്താവിന്റെ നാമത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ജോലിക്ക് പോകുന്നവർക്ക് 10 മണിക്ക് ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഹാർവസ്റ്റ് ടെലിവിഷനിലെ 10 മുതൽ 12 വരെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ തന്റെ വചന വെളിപ്പാടിലൂടെ നമ്മെ കൊണ്ടുപോകും. ഇത് അത്ഭുതത്തിന്റെ നാളുകളാണ്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. വിളിക്കണം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു താങ്കളോടുകൂടെ. മക്കളില്ലാത്തവരുടെ ഒരു വലിയ നിര തന്നെ ഞങ്ങളുടെ മക്കളുടെ സിന്ധു ട്രിവാൻഡ്രം 20 വർഷമായി വിവാഹം കഴിഞ്ഞ മക്കളില്ല. മകൾ തലമുറയില്ലാതെ വിഷമിക്കുന്നു. രാജമ്മ കഴക്കൂട്ടം 10 വർഷമായി മക്കളില്ല. ബീന ട്രിവാൻഡ്രം ഹസ്ബൻഡ് മദ്യപാനി, പുകവലി, വീടിന്റെ പ്രമാണം എഴുതി കിട്ടണം. 4 വർഷമായി തലമുറയില്ല. മൂത്ത മകൾക്ക് മക്കളില്ല. 2 വർഷമായി മക്കളില്ല. മകൾ 20 വർഷമായി കുട്ടികളില്ല. വീടിന്റെ പണി പൂർത്തിയാകണം. തലമുറയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനപ്രകാരം യേശുവിന്റെ അനുഗ്രഹം, വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അനുഗ്രഹം ഇപ്പോൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. എല്ലാവരും എഴുന്നേറ്റ് ചേർന്ന് 2 കരങ്ങളും ഉയർത്തി യെസ് ലോർഡ്. இந்த நாளில் எங்கள் மீது வல்லமையோடு ஊற்றிடுமே வல்லமையை. இந்த நாளில் எங்கள் மேலே ஊற்றிடுமே அக்கினியை. இந்த நாளில் எங்கள் மீது வல்லமையோடு வல்லமை பாடுமே. தேசத்தை உமக்காய் கலக்கிடா. പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാര്, ശുശ്രൂഷകന്മാര്, കർത്താവിന്റെ വിലപ്പെട്ട ദാസിദാസന്മാര്, ദൈവമക്കൾ, നാനാ വിഭാഗങ്ങളിൽ പെടുന്നവർ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്ന. തിങ്കളാഴ്ചയും ഇന്ന് പകൽ 10 മണിക്ക് നമുക്ക് വീണ്ടും കാണാം ചേർന്ന്. നീ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ എന്നേശുവേ. ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഇന്നത് പാടും. എന്നേശുവേ, നീ എത്ര നല്ലവൻ. സ്കൂളുകളിൽ എന്നേശുവേ,